ഒരു വനിതാ സ്ഥാനാർത്ഥി CPIM മത്സരിപ്പിക്കുന്ന 2 വനിതാ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് എറണാകുളത്തെ KJ ഷൈൻ. നമ്മൾ 2009 സാഹചര്യം കണക്കിലെടുത്താൽ അന്ന് സിന്ധു ജോയിയാണ് CPIM അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിപ്പിച്ചത്. KV തോമസ് ആയിരുന്നു എതിരാളി. തോമസ് മാഷിന് കിട്ടിയത് 46.3%, വോട്ട്. സിന്ധു ജോയിക്ക് 44.4% വോട്ട് കിട്ടി. ഭൂരിപക്ഷം 11,790 താഴ്ത്താൻ അന്ന് സിന്ധു ജോയിക്കും ഇടതുപക്ഷത്തിനും സാധിച്ചിരുന്നു. മറ്റൊരു സാഹചര്യം നമ്മൾ നോക്കിയാൽ 2004 ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 70,000-ലധികം വോട്ടിന് ഇവിടെ വിജയിച്ചിട്ടുണ്ട്. അതായത് അട്ടിമറിക്കോ ശക്തമായ മത്സരത്തിനോ ഒക്കെയുള്ള സാധ്യത വിരളമായെങ്കിലും എറണാകുളത്തുണ്ട്. അതുകൊണ്ട് വനിതാ സ്ഥാനാർത്ഥി എന്നുള്ളത് ഒരു ശക്തമായ മത്സരത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ ഇടതു മുന്നണിയെ സഹായിച്ചിട്ടുണ്ടോ? ഒരു പരിധിവരെ രാജീവ്, നമ്മൾ ഈ വളരെ അപൂർവമായിട്ട് ഒരു മണ്ഡലത്തില് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വനിതാ സ്ഥാനാർത്ഥികളെ കിട്ടാറുള്ളൂ. ഇപ്പൊ കേരളത്തിൽ തന്നെ നമുക്കറിയാം, ഇടതു മുന്നണി രണ്ടിടത്ത് നിർത്തുന്നു. എറണാകുളത്ത് ഷൈനും അതുപോലെ തന്നെ വടകരയില് നമ്മുടെ ശൈലജ ടീച്ചറും. അത് ഒഴിവാക്കിയാൽ UDF ആവട്ടെ, ആലത്തൂരില് രമ്യ ഹരിദാസാണ് അവരുടെ ഏക സ്ഥാനാർത്ഥി. BJP പക്ഷത്തിന് 2 സ്ഥാനാർത്ഥികളെ കാണുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ വനിതാ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടി സ്ത്രീകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവരിലേക്ക് കുറച്ചുകൂടി എന്താ പറയാ ഇന്റിമേറ്റ് ആയിട്ട് ഇടപെടാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അവരുടെ സഹതാപം അല്ലെങ്കിൽ അവരുടെ സ്നേഹം കുറച്ചുകൂടി അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ എന്ന കാര്യത്തിലൊക്കെ നമുക്ക് പരിഗണിക്കേണ്ട വിഷയമാണ്. പക്ഷെ എറണാകുളത്തിന്റെ ഒരു സ്വഭാവം വെച്ച് ഒരു വനിതാ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു വലിയ അട്ടിമറി നടക്കുമെന്ന് നമുക്ക് വിചാരിക്കാൻ ന്യായമില്ല. പിന്നെ ജനം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നമുക്ക് തീർത്ത് പറയാനും കഴിയില്ല. സിന്ധു ജോയുടെ ഉദാഹരണം ഒരു നല്ല ഉദാഹരണമാണ്. പരിണതപ്രജ്ഞനായ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള KV തോമസ് മാഷ്, അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകമായ എറണാകുളത്ത് അതുപോലെ ആ രീതിയിൽ വിറപ്പിക്കണമെന്നുണ്ടെങ്കിൽ വെറും 2% വ്യത്യാസത്തിലാണ് അന്ന് തോമസ് മാഷ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയത്. ശരിയാണത്. അതുപോലെ തന്നെ ഈ മണ്ഡലം ഒരിക്കലും അട്ടിമറി നടക്കില്ലാത്തൊരു മണ്ഡലമൊന്നും അല്ല. 2009 ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ 70,000 വോട്ടിന്റെ, സേവ്യർ അറക്കലിന്റെ മരണം മൂലം ഒഴിവന്നതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റ്യൻ പോൾ 70,000 വോട്ടിന് ജയിച്ച ചരിത്രമുണ്ട്. പക്ഷെ ഈ അതൊക്കെ മണ്ഡലത്തിന്റെ ചരിത്രമാണ്. ജയിക്കാൻ പറ്റാത്ത അജയ്യമായ ഇൻവിൻസിബിൾ ആയിട്ടുള്ളൊരു മണ്ഡലമൊന്നും അല്ല അത്. ഇടതുപക്ഷത്തിന് ഓർക്കാൻ ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നു ഇവിടെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സംഘടനാ സംവിധാനമുള്ള ഒരു മണ്ഡലമാണ്. ഒരുപക്ഷെ ഈ UDFന്റെ സമരങ്ങള് വളരെ ഏറ്റവും കൂടുതൽ വിജയകരമായി നടന്ന ഒരു മണ്ഡലമാണ്. അടുത്ത കാലത്ത് നടന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലാണെങ്കിലും ശരി, ഒക്കെ വലിയ വിജയം നേടാൻ കഴിഞ്ഞ ഒരു മണ്ഡലമാണ് ഒരു എറണാകുളം. അതുപോലെ തന്നെ അവിടുത്തെ DCC പ്രസിഡന്റ് ആണെങ്കിലും വളരെ ശക്തമായിട്ട് നല്ല രീതിയിൽ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, ഈ പറഞ്ഞ സെബാസ്റ്റ്യൻ പോൾ വിജയിച്ചപ്പോഴും സിന്ധു ജോയ് ജയിച്ചപ്പോഴും ഒക്കെ നമ്മൾക്ക് കാണേണ്ടി വന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ട ഒരു കാഴ്ച, അന്നൊക്കെ ഈ പാർട്ടിക്കകത്ത് അതിഭയങ്കരമായ ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു. വളരെ ശക്തമായ രീതിയിൽ പ്രമുഖ നേതാക്കൾ തമ്മിൽ വിരുദ്ധ താല്പര്യങ്ങളുമായിട്ട് സമാന്തര രേഖകൾ പോലെ സഞ്ചരിച്ചിരുന്ന ഒരു കാലമാണത്. ആ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ സംഘടനയ്ക്കകത്ത് അങ്ങനെയുള്ള വലിയ ഗ്രൂപ്പിസോ അല്ലെങ്കിൽ നേതാക്കളെ ഇരുവശത്ത് നിന്ന് വെല്ലുവിളിക്കുന്ന ഒരു കാഴ്ചയോ, നേതാക്കൾക്ക് ചുറ്റും നിന്ന് പ്രവർത്തകര് 2 ചേരിയായി മാറുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വിട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള വിമത പ്രവർത്തനം നടത്തുകയോ ഒന്നും നമ്മൾ കാണുന്നില്ല. അപ്പൊ അന്നത്തെ സാഹചര്യങ്ങളും ഇന്നത്തെ സാഹചര്യങ്ങളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ തവണ P. രാജീവ് എന്ന് പറയുന്ന കരുത്തൻ, ഇപ്പോഴത്തെ മന്ത്രി, അദ്ദേഹത്തെ പോലെ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് പോലും ഹൈബി ഈഡൻ ഇത്രയും മാരകമായ ഭൂരിപക്ഷമാണ് കിട്ടിയത്. എന്ത് വന്നാലും P. രാജീവിനേക്കാൾ ശക്തയാണ് ഷൈൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വനിതയാണെങ്കിലും അങ്ങനെ ഒരു സ്വീകാര്യത കിട്ടിയാൽ പോലും P. രാജീവിന് സാധിക്കാത്ത സ്ഥലത്ത്, അല്ലെങ്കിൽ ഇത്രയും വലിയ മാർജിന് തോറ്റൊരു മണ്ഡലത്തിൽ ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു വലിയ വമ്പൻ അട്ടിമറി സൃഷ്ടിക്കാൻ ഷൈന് കഴിഞ്ഞാൽ അതൊരു വലിയ അത്ഭുതം തന്നെയായിരിക്കും. ഒരുപക്ഷെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ എക്കാലത്തും രേഖപ്പെടുത്തി വെക്കാവുന്ന ഒരു വമ്പൻ അട്ടിമറി എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. പക്ഷെ ഫോർ ദ ടൈം ബീങ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച അങ്ങനെ ഒരു അട്ടിമറിക്കുള്ള സാധ്യത തുലവും വിരളമാണ്, അല്ലെങ്കിൽ അതിവിദൂരമാണ്. ഇദ്ദേഹം ഹൈബി ഈഡൻ ഒരു എന്താ പറയാ, കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷമൊന്നും ഇല്ലെങ്കിലും ഭേദപ്പെട്ട മാർജിനിൽ ജയിച്ചു പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. ഒരു വനിതാ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ചെറിയ തോതിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഒക്കെ ഷൈനി കിട്ടിയേക്കാം.
ഗ്രാഫ് ഓരോ ദിവസം ചെല്ലും തോറും, പ്രചരണം കൂടുന്തോറും അവര് ആളുകളെ കയ്യിലെടുക്കുന്നുണ്ട്, നന്നായി സംസാരിക്കുന്നുണ്ട്. എന്താ പറയാ, വളരെ സെന്റിമെന്റൽ ആയിട്ട് തന്നെ അവർ സംസാരിക്കുന്നു, അവർക്ക് സ്വീകാര്യതയൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ സ്വീകാര്യത ഹൈബി ഈഡനുണ്ട്. നെഗറ്റീവ്സ് ഒന്നുമില്ല. ഒരു MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നില്ല. അദ്ദേഹം മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ള ആക്ഷേപമില്ല. മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട സാമൂഹ്യ പ്രശ്നങ്ങളിലോ രാഷ്ട്രീയ പ്രശ്നങ്ങളിലോ MP സ്വാധീനം ഇല്ല എന്നുള്ള ആരോപണം എവിടെയും ഉയരുന്നില്ല. സർവോപരി എറണാകുളത്തിന്റെ ഒരു രാഷ്ട്രീയ മനസ്സ് കോൺഗ്രസിനൊപ്പമാണ്, UDF-നൊപ്പമാണ്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം മണ്ഡലങ്ങളിലാണ്, ഇപ്പോ 7 നിയമസഭാ മണ്ഡലങ്ങൾ എടുത്താൽ 4ഇടത്തും UDF വിജയിച്ച, കോൺഗ്രസ് വിജയിച്ച, ഇപ്പൊ പറവൂരാണെങ്കിലും ശരി, എറണാകുളം ആണെങ്കിലും ശരി, തൃക്കാക്കരയാണെങ്കിലും ശരി, അങ്ങനെ 4 മണ്ഡലങ്ങളില് UDF ജയിച്ച സ്ഥലമാണ് എറണാകുളം. LDF-ന് 3 മണ്ഡലങ്ങളേ ഉള്ളൂ. അപ്പൊ ഈ വക രാഷ്ട്രീയ സാഹചര്യങ്ങൾ, നിലവിലുള്ള രാഷ്ട്രീയ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോഴും UDF-ന് കുറെ കൂടി മെച്ചപ്പെട്ട സാധ്യതയുള്ള, കുറെ കൂടി സുഖമുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഹൈബി ഈഡൻ മത്സരിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നമുക്ക് എറണാകുളം പോലുള്ള ഒരു മണ്ഡലത്തിൽ സർക്കാർ വിരുദ്ധ വികാരമൊക്കെ ഇത്രയും ശക്തമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് സംശയിക്കേണ്ടതുണ്ട്.